ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ വേറൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുകയാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, മെയിനായിട്ട് ഇതിൽ ഷോപ്പിംഗ് ആണ്. അതൊന്നുകൊണ്ടുമല്ല, ഞങ്ങളിപ്പോൾ സൗദിയിലാണ്. അപ്പോൾ വന്ന അന്ന് മുതൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി ഷോപ്പിലേക്ക് പോകും, എന്തെങ്കിലുമൊക്കെ കുറച്ച് വാങ്ങി വെക്കും. അപ്പം ഇന്ന് മെയിനായിട്ട് പോണത് ഈ കാണുന്ന പടകളില്ലേ, ഇവർക്കൊക്കെ പട വാച്ച് വാങ്ങാനാണ്. ഇവർക്ക് എന്നുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നിങ്ങളെന്നും പോയി പർച്ചേസ് ചെയ്യണം, നിങ്ങൾക്കുള്ളതാണ് വാങ്ങുന്നത്, ഞങ്ങൾക്കൊന്നും വാങ്ങിത്തന്നില്ല എന്നുള്ളതാണ്. ഇവർക്കിപ്പോൾ കഴിയിട്ട് എന്തൊരു പാൻറ്റ്, ഷർട്ട്, വാച്ച് ഇത്രയൊക്കെയല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. മെയിനായിട്ട് വാച്ചാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം വന്നപ്പോൾ തന്നെ ഇവർ സ്മാർട്ട് വാച്ചാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് വാങ്ങണ്ടെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം അപ്പാപ്പ കൊണ്ടുവന്ന വാച്ചൊന്നും ഒരു 2-3 ആഴ്ചയൊക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തുമ്പും വലയുടെയൊന്നും കൂടി കാണാമല്ലോ. എന്തായാലും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ സെലക്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തന്നെ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളെ അഭിപ്രായം പറയുമല്ലോ. ഈ ഷോപ്പിൽ തന്നെ ഞങ്ങൾ മുന്നേയും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ അടുത്തുള്ളൊരു കണ്ണൂരുകാരെ കടയാണ്. നമുക്ക് സംസാരിക്കാനും കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനും പറ്റിയ മലയാളികളുടെ കടയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കടയിലേക്കാണ് വരാറുള്ളത്. അങ്ങനെ ഓൾക്ക് ഇഷ്ടപ്പെട്ട വാച്ചൊക്കെ തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഷർട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് പാകമുള്ളതൊന്നും ഇവിടെ അല്ലായിരുന്നു കേട്ടോ. നിശ്ചയം അവിടെയുള്ള പല സാധനങ്ങളും എടുത്ത് കളിച്ചിട്ടുണ്ടപ്പോൾ ഞാൻ അവനോട് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനവിടെ കരഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് വെച്ചിട്ടാൽ തന്നെ മതി, എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇത് ഞാൻ അവിടെ ഒരു ബോക്സ് കണ്ടപ്പോൾ വെറുതെ എന്താണെന്ന് തുറന്നു നോക്കിയതായിരുന്നു. അതിലൊരു മേക്കപ്പ് കിറ്റാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാച്ചയ്ക്ക് ഷർട്ട് നോക്കിനേയും പക്ഷെ ഒന്നും ശരിയായില്ല. പിന്നെ കുറച്ച് പുതപ്പ് എടുക്കാണ്ടായിനി. അങ്ങനെ 2-3 പുതപ്പ് കൊടുത്തു. അങ്ങനെ റൂമിലെത്തിയപ്പം ഇപ്പോൾ പിസ്സയും അതേപോലെ ഷവർമയും കൊണ്ടിട്ടുണ്ടായിനി. അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.